ഫുഡും ഉണ്ടാവും, കുക്ക് ചെയ്തിട്ട് കഴിക്കേണ്ടി വരുന്ന ഫുഡും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ കാണാൻ നമ്മുടെ മുന്നിൽ 3 ബൗളുണ്ട്. ഈ 3 ബൗളിൽ ഓരോ റൗണ്ട് നമുക്ക് റെഡി ആയിട്ട് അപ്പൊ തന്നെ കഴിക്കാനുള്ള ഫുഡും ഉണ്ടാവും. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് കുക്ക് ചെയ്ത് കഴിക്കേണ്ട ഫുഡും ഉണ്ടാവും. അപ്പൊ എന്താ കുക്ക് ചെയ്യേണ്ടതൊക്കെ അതിന്റെ ഉള്ളിൽ ഉണ്ടാവും കേട്ടോ. എന്ത് ഡിഷാ കുക്ക് ചെയ്യേണ്ടത്, അതിന് വേണ്ട സാധനങ്ങളൊക്കെ ആ ബൗളിന്റെ ഉള്ളിൽ ഉണ്ടാവും. ചിലപ്പോ കുക്ക് ചെയ്ത് കഴിക്കേണ്ടതായിരിക്കും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവുക. ചിലപ്പോ നമുക്ക് റെഡി ആയിട്ട് ഒരു കഷ്ടപ്പാടും ഇല്ലാതെ അങ്ങനെ ഇരുന്ന് കഴിക്കാനുള്ളതായിരിക്കും നല്ല യമ്മി ആയിട്ട് ഉണ്ടാവുക. ഒക്കെ ലെഗ് ബേസ്ഡ് ആയിരിക്കും. അപ്പൊ നല്ല ഇൻട്രസ്റ്റിംഗ് ചാലഞ്ച് ആയിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ഇപ്പൊ തന്നെ ചെയ്യാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുടെ താഴെ ലിങ്ക് ഉണ്ടോ, അതിൽ കയറി ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫോളോ ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമുക്ക് നേരെ ഫസ്റ്റ് റൗണ്ടിലേക്ക് പോവാം. അപ്പൊ റെഡി ടു ഈറ്റ് എന്താണോ, കുക്ക് ചെയ്ത് കഴിക്കേണ്ടത് എന്താണെന്നൊക്കെ നോക്കാം. അപ്പൊ നമുക്ക് ക്യാമറമാൻ ഇതിന്റെ ഉള്ളിലൊക്കെ സാധനം സെറ്റ് ആക്കട്ടെ, നമുക്ക് കണ്ടറിച്ചിരിക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് റൗണ്ടിലേക്ക് കടക്കട്ടെ. ഫസ്റ്റ് റൗണ്ടിൽ നമ്മുടെ ബൗൾസ് ഒക്കെ ക്യാമറമാൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വേണ്ട ബൗൾ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ലാസ്റ്റ് സെലക്ട് ചെയ്തത് ഇതല്ല. എനിക്കാണ് കുക്ക് ചെയ്യേണ്ടതാ തോന്നുന്നത്. അപ്പൊ ഞങ്ങള് രണ്ടാളും സെയിം ആണ്. എന്റെ സ്ക്രീൻ്റെ കാണുന്ന വെയിറ്റ് ഇല്ല. 3, 2, 1 എനിക്ക് വഞ്ചിക്ക് സെയിം ബ്രോസ്റ്റഡ് ആട്ടോ കിട്ടിയത്. എനിക്ക് അതിന്റെ ഒന്നും ചെയ്യാത്തൊരു ഭക്ഷണമാണ് കിട്ടിയത്. എനിക്ക് ചിക്കൻ അങ്ങനെ തന്നെ. പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാനാണോ അത്? ചിക്കൻ കറി ഉണ്ടാക്കും, ഉള്ളി തക്കാളി ഉണ്ടാക്കാം, കറിവേപ്പില് എല്ലാം ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ എന്നാലും അതൊരു മെനക്കെട്ട് പണിയുണ്ടോ. ഞങ്ങൾക്ക് ഒന്നാമത് കുക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അതിന്റെ കൂടെ ആകെ ഉണ്ടാക്കാറിയുന്ന കറി ചിക്കൻ കറി മാത്രമേ. അത് മാത്രമല്ല, ഷാമിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ഞങ്ങളെ മുന്നിൽ ഇരിക്കുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ ഞാൻ ക്യാമറമാന് എപ്പോഴും അടി ഉണ്ടാക്കുന്നത് ചിക്കൻ ലെഗ് പീസ് വേണ്ടിട്ട്. ഇതാകെ ഒരു കുഞ്ഞു ബൗളിലേക്ക് ഉള്ള ചിക്കനോ ഉള്ളൂ. ഇതെന്താണ്? അയ്യോ, കണ്ണിലേക്ക് തെറിക്കുന്ന എന്തൊക്കെയോ. കുക്ക് ഈ ചിക്കൻ കറി അതൊക്കെ മനസ്സിലായോ? ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ്. അപ്പൊ നിങ്ങൾ കഴിക്കണോ? ഞങ്ങൾ കഴിച്ചതിന് ശേഷം അപ്പുറത്തും ഇപ്പുറത്തും ഒന്നിച്ച് ഞാനൊന്നും നോക്കൂല. ഞാൻ ഓരോ കയ്യിലും അതേ സാധനം എന്റെ കയ്യിലുള്ള. പക്ഷെ എനിക്ക് ബ്രോസ്റ്റഡ് ആക്കി കഴിക്കാനല്ല. പക്ഷെ അതിന്റെ കൂടെ സോസ് മൈനസ് ഒന്നും തന്നില്ലല്ലോ. ഇതിന് നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഫ്രഷാ. എന്റെയിലും ഉണ്ട് ചിക്കൻ ലെഗ്. അങ്ങനെ കഴിക്കാനാ 1, 2, 3 ഇതോ നാലാമത്തെ കുഞ്ഞാകെ 4 പീസ് ചിക്കനാണ് ഞാൻ ചിക്കൻ കറി വെക്കേണ്ടത്. അതുകൊണ്ട് കുറച്ചും കൂടി ഈസി ആയില്ലേ? ബാക്കി കൂട്ടാണ്ടാവില്ല. ഞാൻ നല്ല രീതിയിൽ എന്താ പറയാ, നല്ല വറ്റിച്ച് ഒരു നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ കൂട്ടില്ല അങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കിട്ട് പറയാൻ കൂട്ടി കിച്ചന്ന് കഴിച്ചാ പറയാം. അപ്പത്തേക്ക് ഞാൻ കറി ആയിക്കോട്ടെ. അപ്പൊ 4 പീസ് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാട്ടോ. ഞങ്ങൾ ഇവിടെ ബ്രോസ്റ്റഡ് കഴിച്ചോണ്ട് നിൽക്കാണ്. അപ്പൊ കഴിച്ച് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. എനിക്ക് ആദ്യമായിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കാൻ. ആദ്യമായിട്ടാണ് ഒരാളെ എല്ലാ സാധനങ്ങളും മുന്നിൽ കൊണ്ടുവച്ച് തരുന്നത് കേട്ടോ. അതിന്റെ അവശിഷ്ടങ്ങളാണ് ഇത് ഇവിടെ കാണുന്നത്. ഞാൻ അടുക്കളയിലേക്ക് വന്നോണ്ട് അവിടെ ഉള്ളിന്റെ ഇഞ്ചിന്റെ ഒക്കെ തൊലി. പൊതുവെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാലഞ്ച് ഞങ്ങൾക്ക് ഇരുന്നാൽ മതി, ബാക്കിയൊക്കെ ക്യാമറമാൻ സെറ്റ് ആയിക്കോളും. ഇത് ഞങ്ങൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ കരിഞ്ഞു നോക്കും. 4 പീസ് ഉള്ളതുകൊണ്ട് ഒരു സമാധാനം ഉണ്ട് കേട്ടോ. കുറെ ഒക്കെ ഉണ്ടാക്കാനുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായേനെ. ഇനിയിപ്പോ അഥവാ ഇത് ഈ ചിക്കൻ കറി സക്സസ്ഫുൾ ആയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് കുഴപ്പമില്ല, ഞങ്ങൾ ഇവിടെ നോക്കിയിരുന്നോളാം. അവർക്കിപ്പോ റോസ്റ്റഡ് ആണല്ലോ കിട്ടിയത്. അപ്പൊ കഴിച്ച് ഉള്ളി കുറച്ച് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്കുള്ള എല്ലാ പച്ചക്കറിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ആയിക്കോട്ടെ. 1, 2, 3, 4 അത് 2 ചിക്കൻ ലെഗ് പീസ് ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇന്റേതായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഗൈസ്. ആരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യരുത്. 4 ചിക്കൻ പീസ് എങ്ങനെ ഉള്ളത് നന്നായിട്ട്, അല്ലെങ്കിൽ ആ ഉള്ളിന്റെ കൂടെ ഒന്നും കാണാണ്ടാവില്ലായിരുന്നു. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് മസാലകൾ ഇട്ട് കൊടുക്കാം ഗൈസ്. ഇതാദ്യം തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് മതി, എനിക്ക് തീരെ ആയിട്ട് ഇഷ്ടമല്ല. കാരണം ഓള് മാത്രമാണ്. കുറച്ച് മഞ്ഞപ്പൊടി, കുറേ മല്ലിപ്പൊടി ഗൈസ്, അതാ പേരുണ്ടാവില്ല. മസാല ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഗരം മസാല കുറച്ച് വരെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ചിക്കൻ കറി മാത്രം കഴിക്കണം. പക്ഷെ അതിന്റെ കൂടെ അത് കൂട്ടാനൊന്നും കിട്ടൂല. ചിക്കൻ ഇല്ലേ, അത് മതി. ചിക്കനും ആ ഗ്രേവി കൂട്ടിയോള് അഡ്ജസ്റ്റ് ചെയ്തോളാം. ബാക്കി രാത്രി കഴിക്കാം ചപ്പാത്തി. ഓ കൊറേ 4 പീസ് എടുക്കുക. വൈകുന്നേരം വേറെ കഷ്ടം എടുക്കുക, ബാക്കി 2 എടുത്ത് വെക്കുക. അപ്പൊ ഗൈസ് നമുക്ക് ഇതിനെ ഒന്ന് മൂടി വെക്കാം. ആ ചിക്കൻ ഒന്ന് വെന്ത് വരട്ടെ. അപ്പൊ ഗൈസ്
ചിക്കൻ കറി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് മെനക്കെട്ടാൽ എന്താ നല്ല സ്മെല്ലുണ്ട്, കാണാനും നല്ല ഭംഗി. ഞാൻ വിചാരിച്ച പോലല്ല, അതിനെക്കാട്ടും നല്ല അടിപൊളിയായിട്ട് ചിക്കൻ കറി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. എന്തായാലും ബ്രോസ്റ്റഡിനെക്കാട്ടി ടേസ്റ്റ് ഉണ്ടാവും, അത് ഉറപ്പാ. ഇവിടെ ഇത് കഴിക്കുന്ന നേരത്തെ ഞങ്ങൾക്ക് ബ്രോസ്റ്റഡ് കഴിക്കാനില്ല കേട്ടോ, ഞങ്ങൾ ഈ സമയം കൊണ്ടാണ് കഴിച്ചത്. കഴിച്ചു കഴിഞ്ഞത് എപ്പോഴോ. അപ്പൊ ഇതാണ് ഗൈസ് ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ ഉണ്ടാക്കിയ ചിക്കൻ കറി. ഒരു ഡെക്കറേഷൻ നമുക്ക് ഇവിടെ മല്ലിയിലയും കൂടെ വെച്ചെടുക്കാം. അപ്പൊ നല്ല ഭംഗിയിലാണ് ഇത്. നമുക്ക് ഇനി അവിടെ പോയിരുന്ന് ഇവരെ മുന്നിൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. തിരിച്ച് കഴിച്ചാലേക്ക് സമാധാനമാവും. അപ്പൊ നമുക്ക് ഈ ചിക്കൻ കറി ഒന്ന് ടേസ്റ്റ് ചെയ്തോ കേട്ടോ. ആ 4 പീസിലുണ്ടായിരുന്ന ഒരു കുഞ്ഞു കഷ്ണല്ലേ, അതാണ് ഇട്ടത്. ഷാമി, എനിക്ക് സത്യം പറഞ്ഞ വിശക്കുന്ന സ്മെല്ല് കേട്ടിട്ട് നല്ല ചോറിന് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ചൂട് ഞാൻ ഉണ്ടാക്കിയത് ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പക്ഷെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കൂല. പക്ഷെ ഞാൻ ഉണ്ടാക്കിയത് ഒരു ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലേശം ഒരു ചെറിയ പീസൊക്കെ കൊടുക്കും. കൊതിക്ക് കൊടുക്കാതല്ലേ. അതെ, ആർക്കാദ്യം വേണ്ടേ? ആർക്കായാലും കുഴപ്പമില്ല. ചൂടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ചപ്പാത്തിന്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആട്ടോ. പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് എനിക്ക് തരുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ടോ? ഈ ഗ്രേവി ഒക്കെ എടുത്തിട്ട് ഞാൻ തരാം. മതി. ഇങ്ങണ്ട് അടിപൊളിയല്ലേ? അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പെട്ടെന്ന് തീർന്നു പോയി. ഞാൻ ഈ ചിക്കൻ ലെഗ് പീസ് ഒന്ന് എടുത്താട്ടെ കേട്ടോ, എന്നിട്ട് അത് കഴിക്കട്ടെ. ശരിക്കും ആ പ്ലേറ്റിൽ അങ്ങനെ ഗ്രേവി ഇങ്ങനെ വെറുതെ ഇരുന്ന് തിന്നാനുള്ള അങ്ങനത്തെ ഒരു ടേസ്റ്റ്. ചൂട് ചൂട് ഞാൻ നല്ല ആസ്വദിച്ച് കഴിക്കാൻ. നേരത്തെ ഒക്കെ ചിക്കൻ കാലം ഇട്ടാൽ തന്നെ വിഷമം. അതെ, ഞങ്ങളെ കൊതിപ്പിച്ച് കഴിക്കാൻ നോക്കിയത്. ഫസ്റ്റ് റൗണ്ടിൽ ഷാമിക്ക് ചെറിയൊരു പണിയൊക്കെ വിചാരിച്ചിട്ടാണ് ചിക്കൻ ഉണ്ടാക്കാൻ കൊടുത്തത്. പക്ഷെ അതൊരു ലാഭമായിട്ടാണ് നല്ല അടിപൊളി ചിക്കൻ കറി ആയിട്ടോ ഞാൻ ഉണ്ടാക്കിയത്. അപ്പൊ ഇപ്പൊ സെക്കൻഡ് റൗണ്ടിൽ നമുക്കുള്ള സാധനങ്ങളൊക്കെ ക്യാമറമാനോട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാ ഒരു ഐഡിയ ഇല്ല. അപ്പൊ നമുക്ക് ബൗൾ സെലക്ട് ചെയ്യാം. ഞാനിത് അങ്ങനെ ഇട്ട്. അപ്പൊ ഞാനിത് ഈശ്വര നല്ല ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ തുടങ്ങാം. 3, 2, 1 set. കഷ്ടപ്പെട്ട് ഞാൻ അത് കുക്ക് ചെയ്തിട്ട് ഈ കയ്പുള്ള കയ്പ് ഞാൻ കഴിക്കണത്. ഞങ്ങൾക്ക് നല്ല അടിപൊളി ബിരിയാണിയാണ് റെഡി ടു ഈറ്റിൽ വന്നത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ബ്രോസ്റ്റഡ്, ഈ പ്രാവശ്യം ബിരിയാണി. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുക്ക് ചെയ്തുകൊണ്ട് അടുക്കളയിൽ നിൽക്കേണ്ടി വരും ചിലപ്പോ. അതേപോലെ തന്നെ നേരത്തെയും കുക്ക് ചെയ്യാൻ അടുക്കളയിൽ ഇവള് പിന്നെയും കുക്ക് ചെയ്യാൻ വേണം. ഞങ്ങൾ ബിരിയാണി ഒക്കെ തന്നോളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം ബ്രോസ്റ്റഡ്, ഈ പ്രാവശ്യം ബിരിയാണി. കഴിഞ്ഞ പ്രാവശ്യം ചിക്കൻ കറി, ഈ പ്രാവശ്യം ഞാൻ കയ്പൊക്കെ ഉപ്പേരി. എന്തായാലും അഡ്വാൻറ്റേജ് ആക്കാൻ പറ്റൂല. ഞാനപ്പോ ചെറിയൊരു ചിക്കൻ പീസും കൂടെ എടുത്തിട്ട് ഇതേ കഴിക്കുകയാണ് കേട്ടോ ബിരിയാണി. ഇതേപോലെ ചിക്കൻ പീസാ ഞാൻ നേരത്തെ തിന്നത്. അപ്പൊ ഞാനിത് ഒരു ചിക്കൻ പീസും ബിരിയാണിയൊക്കെ കൂട്ടിട്ട് ഞാൻ ഈ ഗസ് കഴിയാത്തതുപോലെ കയ്പൊക്കെ പൊരിച്ചാലോ, അതാവുമ്പോ കുറച്ച് കയ്പ് കുറഞ്ഞു പറ്റൂല. കയ്പൊക്കെ തന്നത് അതുപോലെ തന്നെ തിന്നാൻ വേണ്ടിട്ട് ഉപ്പേരി ആക്കിയാൽ മതി. ഉപ്പേരി നല്ല കയ്പായിരിക്കും. കഴിഞ്ഞാൽ അത് പൊരിച്ച് നിന്നോളെ കുക്ക് ചെയ്താ പോരെ. സമ്മതിക്കില്ല. ക്യാമറമാൻ അവിടുന്ന് പറയുന്നുണ്ട് അങ്ങനെ പൊരിക്കാൻ പറ്റൂല. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ക്യാമറമാൻ. ഞാൻ ഈ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് ഇപ്പൊ വരാം. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് നീ പോയാൽ മതി. അതുവരെ അവിടെ ഇരുന്നു. എന്ത് ക്രൂരതയാണ് ഈശ്വരനോട് കാണിക്കുന്നത്. ഇത് കുക്ക് ചെയ്യും വേണം, കഴിക്കുകയും വേണം, അവരെ ബിരിയാണി നിന്ന് ഞാൻ കാണുക വേണം. ഫ്ലേവറുള്ള ബിരിയാണിയാണ് അത്. ബിരിയാണി എപ്പോഴും ഫ്ലേവർ ഉള്ള. അത് മാത്രമല്ല, ഇത് ചിക്കൻ ഫ്രൈ ബിരിയാണിയാണ്. തലശ്ശേരി ചിക്കൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ ഞാൻ കയ്പൊക്കെ ഉപ്പേരി ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയത് കയ്പൊക്കെ അരിഞ്ഞോണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ചിക്കൻ കറിയിൽ കുറെ സാധനങ്ങളൊക്കെ തന്നില്ല, ഇതിലൊന്നും തന്നില്ല. ഇതൊക്കെ ഞാൻ സ്വയം മുറിച്ചിടണം. ഷാമിക്ക് മാത്രമായിട്ട് കിട്ടിയൊരു ചാലഞ്ച് പോലെ കേട്ടോ. അപ്പൊ അതൊക്കെ ഒക്കെ ഞാൻ ഉണ്ടാക്കണം. ശരി, ഓളവിടെ സുരിച്ചിരുന്ന് ബിരിയാണി കഴിക്കുക. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ഹെൽത്തിയാണ് ഗൈസ്. പക്ഷെ വലിയ കയ്പായിരിക്കും. അതാണ് സാരില്ല, കയ്പ കുടിച്ച് തിന്നൊക്കെ ശീലായി പോയി ചാലഞ്ചില്. ശീലായി പോയി. ഓക്കെ, പാവട്ടെ. ഞങ്ങളൊക്കെ സെലക്ട് ചെയ്ത് ലാസ്റ്റ് ആണ് സെലക്ട് ചെയ്തത്. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ ശ്രീന്റെ കൈ പിടിച്ചു വെച്ചത്. അതായത് സെലക്ട് ചെയ്യില്ലേ, ഞാൻ സെലക്ട് ചെയ്യട്ടെ. അല്ല, നീ അങ്ങനെയാണെങ്കിൽ അടുത്ത റൗണ്ടിൽ ആദ്യം ഓളെ സെലക്ട് ചെയ്തോട്ടോ. ഞാൻ സെലക്ട് ചെയ്യും. അത് അരിഞ്ഞോണ്ടിരിക്കുക, അരിഞ്ഞിട്ട് വേണം അതിന് കഴുകാൻ. അപ്പൊ ഞാൻ കയ്പൊക്കെ അരിഞ്ഞ് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അതിന്റെ കൂടെ തന്നെ പച്ചമുളക് ഉള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ആ കയ്പൊക്കെ ടേസ്റ്റ് മാറിയിട്ട് വേറെ നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിട്ടാട്ടോ. അല്ല ഞങ്ങൾ ഇവിടെ എങ്ങനെയാണ് കയ്പൊക്കെ ഉണ്ടാക്കുക. പിന്നെ ഞാൻ അതേ കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് പൊട്ടട്ടെ. അപ്പൊ ഞാൻ അതേ കയ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അയ്യോ മാറിന്നോ. എത്രയൊക്കെ ട്രൈ ചെയ്താലും അതിന്റെ കയ്പ് പോറിക്കിട്ടും എനിക്ക് തോന്നുന്നു കേട്ടോ. പക്ഷെ അത്ര
കയ്പൊന്നും ഉണ്ടാവില്ല ഉപ്പേരി എന്തായാലും എല്ലാരും കഴിക്കുന്നതാണ്, പക്ഷെ ഇഷ്ടപ്പെടില്ല എന്നുള്ള മാത്രമല്ല. പക്ഷെ ഞങ്ങളൊക്കെ കൈപ്പൊക്കെ തന്നു ശീലമായി പോയിട്ടോ. പിന്നെ ഞങ്ങൾ ബിരിയാണി തിന്നുമ്പോ ഷാമി കയ്പ തിന്നുന്നു എന്നുള്ളൊരു സംഭവം കൂടി ഉണ്ട്. അത്രേ ഉള്ളൂ. ഇനിയും റൗണ്ട്സ് ഉണ്ടെന്ന് വരെ ആലോചിക്കുന്നില്ലേ ഗൈസ്? അടുത്ത റൗണ്ടിലേക്ക് ഷാമിനെ കുക്ക് ചെയ്യാൻ കിട്ടിയാലാണ് കോമഡിയാവുക. ഞാൻ കുക്ക് ചെയ്തു ഗൈസ് ഈ ചാലഞ്ച്. അപ്പൊ ഗൈസ് നമുക്ക് ഈ കൈപ്പയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് മൂടിയേക്കാം, തനിയെ ആയിക്കോളും. അപ്പൊ നമുക്ക് ഇതിന് മൂടി വെക്കാം കേട്ടോ. അപ്പൊ ഗൈസ് ഇതിന്റെ കൈപ്പക്കുപ്പേര് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിരിക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ചിക്കൻ കറി എടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഇത് കാണാൻ ഭംഗിയുണ്ടെന്നുള്ളത് ശരിയാണ്. കൈപ്പൊക്കെ ഇഷ്ടമല്ലാത്തവർക്ക് തീരെ ഇഷ്ടപ്പെടില്ല. പക്ഷെ ആ സ്മെല്ലിൽ തന്നെ ഒരു കയ്പുണ്ട് കേട്ടോ ചെറുതായിട്ട്. അപ്പൊ കഴിച്ച് സെക്കൻഡ് റൗണ്ട് നല്ല ചൂട് പറന്ന കൈപ്പക്കുപ്പേര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് അവിടെ പോയി തന്നെ പോയിരുന്ന് കഴിക്കാം. അപ്പൊ ഷാമി ഉണ്ടാക്കി ടേസ്റ്റി ഡിഷ് ഷാമി കഴിക്കാൻ പോവാണ്. കഴിച്ചോ? അതെ ഗൈസ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നല്ല ചൂടാ. ഈ തിന്നില്ലല്ലോ. അല്ല, സംഭവം എന്താ വെച്ചാൽ ആ ഉള്ളിയൊക്കെ ഉള്ള സമാധാനമാണ് ഷാമിക്ക്. ഉള്ളി കിട്ടിയില്ല. എങ്ങനെയുണ്ട്? കയ്പുണ്ട്. പക്ഷെ നല്ല കയ്പുണ്ട്. സാധാരണ കയ്പൊക്കെ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഈ ആദ്യം കയ്പൊക്കെ തിളപ്പിച്ച് അതിന്റെ വെള്ളം ഒഴിവാക്കിയിട്ട് പിന്നെ ഉപ്പേരി ഉണ്ടാക്കുന്നതാണ്. ഇത് ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. കയ്പ് അങ്ങനെ തന്നെ കൊള്ളാം. നല്ല ടേസ്റ്റ്. ചിക്കൻ കറി ഉണ്ടാക്കി കയ്പൊക്കെ ഉപ്പേരി ഉണ്ടാക്കി ഉച്ചക്കത്തേക്ക് വേറെ ഒന്നും വേണ്ട. കുറച്ച് ചോറും കൂടി. ചോറ് അവിടെ ഉണ്ടാവുമല്ലോ. ഉണ്ട്. ഞങ്ങളെ ബിരിയാണി കഴിച്ചു കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഇവര് ഉച്ചക്കത്തെ ബിരിയാണി ഒക്കെ കഴിച്ചു കഴിഞ്ഞു. ഞാൻ നല്ലോണം കഴിക്കുന്നുണ്ട്. ഇനി കഴിക്കുന്നില്ല എന്ന് പറയുന്നത്. കഴിച്ച എത്ര വേണേലും കഴിച്ച കുഴപ്പമില്ല. ഒരു സ്പൂൺ കൂടെ. ഒരു അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അപ്പൊ മൂന്നാമത്തെ റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ റൗണ്ടിൽ ഇനി ആർക്കൊക്കെ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം കേട്ടോ. എനിക്ക് കുക്ക് ചെയ്യാൻ വയ്യ. ഞാൻ സെലക്ട് ചെയ്യാം. എന്താ സാധനം അറിയില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഈ ബൗൾ തുറന്നാക്കാം. 3, 2, 1 സ്റ്റാർട്ട്. ഒരു പണി എടുക്കാതെ ലൈസ് തന്നിരുന്നാ മതി. പൊട്ടാറ്റോ ഫ്രൈ. പൊട്ടാറ്റോ ഫ്രൈസ് ഇത് വെച്ച് ഞാൻ പൊട്ടാറ്റോ ഫ്രൈസ് ഉണ്ടാക്കണം കേട്ടോ. ആശ്വാസായി ഗൈസ്. ഈ 3 റൗണ്ടിൽ ഞാൻ കുക്ക് ചെയ്യാതെ രക്ഷപ്പെട്ട് വരാം കേട്ടോ. ഞാനാണ് ഇത്തവണ കുക്ക് ആദ്യമായിട്ടാണ് ഗൈസ് ഇങ്ങനെ റെഡി ടു ഈറ്റ് കിട്ടുന്നത്. അത് മാത്രമല്ല, എനിക്ക് ഇതിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം ഈ പച്ചലൈസ് ആണ് കേട്ടോ. എനിക്ക് അങ്ങനെ ഗൈസ് ഏത് കിട്ടിയാലും വേണ്ടിയില്ല. ശ്രീ ഞാൻ ഇത് ഫ്രൈ ചെയ്ത് കഴിക്കൂ. മെനക്കെടണോ? അത് സാരില്ല. ഇതുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടൂല. ക്രിസ്പി ആയിട്ട് കിട്ടൂല. അങ്ങനെയാണെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കേണ്ടി വരും. അത് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് പൊട്ടറ്റോ ഫ്രൈസ് ഉണ്ടാക്കാൻ പോയാൽ മതി. ആയിക്കോട്ടെ. നേരത്തെ ഓളെടുത്ത് പറഞ്ഞോളാം. ഇപ്പൊ തിരിച്ചെന്തെങ്കിലുമൊക്കെ പറയണല്ലോ. സാരില്ല. അയ്യാ എങ്ങനെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ തിരി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിച്ചു തീർന്നു. ഇനി പൊട്ടാറ്റോ ഫ്രൈസ് ഉണ്ടാക്കും. ഞങ്ങൾ അത് നോക്കി നിന്ന് കഴിക്കാം. എനിക്ക് പലരും ശീലമായിട്ട് കേട്ടോ അവിടെ പോയി നോക്കിയിട്ട് കഴിക്കുന്നത്. ഞാനിതാ എനിക്ക് കിട്ടിയ പൊട്ടറ്റോ ഞാനിതാ ഇങ്ങനെ തോല് വളഞ്ഞോണ്ട് ഇരിക്കുകയാണ് കേട്ടോ. കുറച്ച് പണിയെടുത്താലേ പൊട്ടറ്റോ ഫ്രൈസ് ആയി കിട്ടുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ കഴിക്കാൻ പോകുന്നത്. ഞാനിപ്പോ രാജയോഗത്തിലാണ് ഗൈസ്. ഞാനിത് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ അഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും ഒക്കെ ഇടാം. അപ്പൊ ഞാനിത് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും എല്ലാം കൂടെ ഇട്ടിട്ട് ഇത് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഓളുണ്ടാക്കുന്ന അതേ സാധനം തന്നെയാണ് ഞങ്ങൾ കഴിക്കുന്നത്. പക്ഷെ ഞങ്ങൾ പണിയൊന്നുമില്ലാന്നേ ഉള്ളൂ. പണിയില്ല, വെറുതെ കഴിക്കുക, നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കുക. 5 ഇതുവരെ കുക്ക് ചെയ്യാൻ കിട്ടിയില്ല കേട്ടോ. എനിക്ക് വിഷമം അതാണ്. അടുത്ത റൗണ്ട് കിട്ടും. അടുത്ത റൗണ്ട് കിട്ടിയാൽ മതിയായിരുന്നു. അത് എനിക്ക് കിട്ടിയ പോലെ കയ്പ അങ്ങനത്തെ അല്ല ആദ്യം ചിക്കൻ കറി കിട്ടിയില്ലേ, അതന്നെ കിട്ടണം. ആ ലെവലിൽ കിട്ടണമായിരുന്നു. നല്ല മഴയില്ലേ. നീ ഫ്രൈ ചെയ്യും. അപ്പൊ ഏകദേശം സെറ്റ് ആയിട്ട് കേട്ടോ. നമുക്ക് ഇനി ഇട്ട് കൊടുക്കാം. ഞാൻ കുഞ്ഞു കുഞ്ഞാക്കിട്ടോ ഫ്രൈ ചെയ്തത്. അപ്പൊ ഇതൊന്ന് പൊരിഞ്ഞ് വരട്ടെ. അപ്പൊ ഞാനിത് പൊട്ടറ്റോ ഫ്രൈസ് ഒക്കെ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനില്ല ഇത് കഴിയാനായിട്ട് ഇനി ഇത്തിരി കൂടെ ബാക്കിയുള്ള ഇതില് എന്റെ കുറച്ചും കൂടി ഇട്ട് ഇവിടുന്ന് കഴിക്കുമ്പോ കഴിക്കാൻ വേണ്ടി എടുത്തതാ. അല്ലെങ്കിൽ ഞാൻ കഴിക്കുമ്പോ തീർന്നു പോകില്ല. അതാണ് സംഭവം. ഇവിടുന്ന് കൊറേ ഉണ്ടാക്കിട്ടോ. സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഒന്നല്ല. അപ്പൊ ഇത് ഫുഡ് കഴിഞ്ഞിട്ട് ആവുന്നുള്ളൂ കേട്ടോ. നമുക്ക് ഇനി ഇത് അവിടെ പോയിരുന്ന് കഴിക്കാം. അപ്പൊ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പൊട്ടറ്റോ ഫ്രൈസ്. നല്ല മുരിഞ്ഞ് നല്ല ചൂടോടെ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല ടേസ്റ്റ്. നല്ല കൊതിണ്ട് അല്ലേ? ടേസ്റ്റ് ഉണ്ടല്ലോ. ഒരു പാക്കറ്റ് മൊത്തം ഞാൻ തിന്നിരിക്കും. അത് കണ്ടത് മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ. ഇനി കുറച്ചും കൂടി ഉണ്ട്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ പറഞ്ഞ പോലെ. ഞാൻ കുഴപ്പമൊന്നുമില്ല. ഇത്രയും നേരം എന്റെ കളി 2 കൂടെ സൈഡ് കഴിക്കായിരുന്നു. ഇനി ഓരോ കിട്ടിയ
ചാൻസ് ആണ് guys. അതേ മിസ് ചെയ്യാൻ പാടുണ്ട്. അത് മാത്രമല്ല ഉണ്ടാക്കിയിട്ട് നല്ല സാധനം കഴിക്കാൻ പറ്റിയെങ്കിൽ നല്ലതാ. പക്ഷെ ഷാമിന്റെ പോലത്തെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞാണ് സങ്കടം കഴിപ്പം. പണ്ട് ഇതുവരെ ഭയങ്കര ലക്കി ആയിട്ട് ഇങ്ങനെ എസ്കേപ്പ് ആയി പോവാട്ടോ. കഴിക്കുന്നില്ലേ? തീർന്നില്ലേ? ഈ അത് കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇതിന്റെ ക്രിസ്പിന്റെ സ്വച്ഛ വേണം ഉണ്ടാക്കി തരാം. അപ്പൊ നമുക്ക് ഇനി അടുത്ത റൗണ്ടിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ലാസ്റ്റ് റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത്രയും 3 റൗണ്ടുകളിൽ ഞാൻ ലക്കി ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബുദ്ധിമുട്ടൊന്നുമില്ലാണ് ഞാൻ അവിടെ ഇനി കഴിച്ചോണ്ടിരിക്കുന്നത്. ഈ റൗണ്ടിൽ ലക്കിയാണോ അൺലക്കിയാണോ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ബൗൾ ഞാൻ പറഞ്ഞു ഞാനിത് ആയിക്കോട്ടെ നടക്കുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വെക്കാം. ഞാൻ അതായിരുന്നു അതിന് നല്ല എന്താണെങ്കിൽ ഞാൻ കൊണ്ടില്ല. 3, 2, 1 start. ഞാൻ കുക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇവർക്ക് ഭയങ്കര വിഷമം. ഞാൻ ഉണ്ടാക്കിക്കോളാം. കിറ്റ്കാറ്റ് ഷേക്ക് അല്ലേ? എനിക്ക് വേണം guys. ഞാൻ ഇതിന്റെ പണി കിട്ടണമെന്ന് ഉദ്ദേശിച്ചു. അല്ലാതെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഞാൻ അതിലേക്ക് പോയത് നന്നായിട്ട്. ഷാമി താങ്ക് യു അത് പിടിച്ചതിന്. ഞാനിത് നല്ല അടിപൊളിയായിട്ട് നല്ല പാലൊക്കെ ഒഴിച്ച് മിൽക്ക് മെയ്ഡ് ഒക്കെ ഇട്ട് കുറച്ച് ചോക്കോ ചിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് ഞാൻ ഒരു കിറ്റ്കാറ്റ് പൊട്ടിച്ച് മേലെ വെച്ചോളാം. അപ്പൊ ഞങ്ങളാണ് കിറ്റ്കാറ്റ് നമ്പരെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഷേക്ക് അടിക്കാൻ വേഗം കഴിക്കും. ഷേക്ക് എന്താ ഇതുകൊണ്ട് ഞങ്ങൾക്ക് പഠിക്കാമല്ലോ. അത് കഴിഞ്ഞാൽ ഷേക്ക് ഒരവസ്ഥ ആലോചിച്ച് ചിരി വരുന്നുണ്ട്. പിന്നെ എന്തിനാ ചിരിക്കാന്? അല്ല, ഷാബിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം ആർക്ക് സങ്കടമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടതാ കിറ്റ്കാറ്റ്. അല്ല ഷേക്ക് എനിക്കത് ഇഷ്ടമല്ല. അത് ഇഷ്ടമാണ്, സാരില്ല. അല്ല ഇവര് വേഗം കഴിച്ചിട്ട് വേണം എനിക്ക് അടിക്കാന്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. വാ നമുക്ക് ഉണ്ടാക്കാന്നായിരുന്നു. ഇപ്പൊ അത് വേണ്ട. മെല്ലത്തെ അവാർഡ് വേണം. വേഗം കഴിക്ക്. ഇവിടെ മറ്റേ സ്ലോ എന്ന് പറഞ്ഞാൽ നമ്മള് കഴിക്കുന്നത്. ഇനി അത് കഴിച്ചുകൊണ്ട് ഷേക്ക് അടിക്കുന്നത്. അപ്പൊ ഞാൻ കിറ്റ്കാറ്റ് ഷേക്ക് ഉണ്ടാക്കാൻ പോവാണ്ടോ. ആദ്യം നമുക്ക് കിറ്റ്കാറ്റ് പൊളിച്ചതിലിടാം. ഇവർക്ക് തീരെ വിഷമില്ല. ഇതിൽ ഞങ്ങൾക്ക് ശരിക്കും അസൂയുണ്ട് കേട്ടോ. സത്യം പറഞ്ഞ ഷാമീനി ഇപ്പൊ പറഞ്ഞ കാര്യം സത്യം തന്നെ പറഞ്ഞത്. ഒളിച്ചു വെക്കണ്ട. ഞാൻ 2 കിറ്റ്കാറ്റ് ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ മിൽക്ക് മെയ്ഡ് ഒക്കെ അവിടെ എടുത്തിട്ടുണ്ട്. അതൊക്കെ എടുക്കുമ്പോ അവർക്ക് ഭയങ്കര വിഷമം. മിൽക്ക് മെയ്ഡ് ഒന്നും പൊട്ടിച്ചിട്ടില്ല. പൊട്ടിക്കാതെ മിൽക്ക് മെയ്ഡ് ഒക്കെ എടുത്തോണ്ടെന്ന് അത് ഇടണ്ടെന്ന് വെച്ചാ പോരെ. ഇല്ല പറ്റില്ല. അപ്പം ഞാൻ അതാ പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിൽക്ക് മെയ്ഡ് ഇടാം. കുറച്ച് മിൽക്ക് മെയ്ഡ് ഇതിൽ ഒഴിക്കാം കേട്ടോ. എന്നിട്ട് നോക്കിയിട്ട് മധുരത്തിന് കുറച്ച് വെച്ചാൽ മതി. ഞാൻ കുറച്ചേ ഒഴിക്കുള്ളൂ. അപ്പൊ ഞാൻ ഒരു കിറ്റ്കാറ്റും കൂടി ഇട്ടിട്ട് കുറച്ചും കൂടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം പഞ്ചസാര കുറച്ചേ ഉള്ളൂ. അപ്പൊ തടിക്കാം. ഇതൊരു കുക്കിംഗ് ആണെങ്കിൽ പക്ഷെ ഇത്ര ടേസ്റ്റ് ഞാൻ വിചാരിച്ചില്ല. അപ്പൊ ഞാൻ കിറ്റ്കാറ്റ് ഷേക്ക് ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഗ്ലാസ് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ബാക്കിയുള്ള കിറ്റ്കാറ്റ് അവിടെ വെച്ച ശ്രീ നമുക്ക് ഇത് കണ്ടടിക്കാം. ഒരു തുള്ളി പോലും ബാക്കിയില്ല. കറക്റ്റ് ഫുൾ ആ ഗ്ലാസ്സിലേക്കുള്ള മാത്രമേ അവൾ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. നല്ല അടിപൊളി കിറ്റ്കാറ്റ് ഷേക്ക്. ഇത് നമുക്ക് ടേബിളിൽ പോയിരുന്ന് കുടിക്കാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് റൗണ്ടിൽ ഞാൻ ഉണ്ടാക്കിയ കിറ്റ്കാറ്റ് ഷേക്ക് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കുടിച്ചു നോക്കാം എല്ലാവരുടെയും സാന്നിധ്യത്തിൽ. ടേസ്റ്റ് ഉണ്ടല്ലേ? ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല കൊതിയാവുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അതുണ്ടോ ആ മിൽക്ക് മെയ്ഡ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നല്ല ക്രീമി ടേസ്റ്റ് ചെയ്ത് നോക്കാനൊന്നുമില്ല. ഞാൻ ചിക്കൻ കറി തന്നില്ല. ചിക്കൻ കറി കാരണം നോക്ക് ഓൾ ഉണ്ടാക്കിയത് എങ്ങനെയെന്ന് അറിയിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ ആവശ്യമില്ല. ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? വേണ്ട, ഞാൻ അങ്ങനെ ഒരാളല്ല. എനിക്ക് ആരെയും അറിയിക്കേണ്ട. ഞാൻ ഒറ്റയ്ക്ക് കുടിച്ചോളാം. എനിക്ക് ട്രൈ ചെയ്തിട്ട് കാര്യമില്ല. നല്ല അടിപൊളി ടേസ്റ്റുള്ള കിറ്റ്കാറ്റ് ഷേക്ക് ആണ് കേട്ടോ. അതെ ഞങ്ങൾക്ക് അറിയാം. അപ്പൊ ഇതുവരെ കഴിഞ്ഞ റൗണ്ടില് ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്യാൻ കിട്ടിയത് എനിക്കാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ റെഡി ടു ഈറ്റ് കിട്ടിയത് അഞ്ചിക്കാണ്. ആകെ ഒറ്റ പ്രാവശ്യം കുക്ക് ചെയ്യാനുള്ളത് കിട്ടി. അതാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ളതായി പോയി കുക്ക് ചെയ്യാൻ കിട്ടിയത്. മിക്സ് ആയിട്ടാണ് കേട്ടോ വന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ ദിസ് ഇസ് ശ്രീലക്ഷ്മി, ദിസ് ഇസ് ഷാമിയ, ദിസ് ഇസ് സഞ്ജിത.